കൊല്ലം ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം. കൊല്ലം സ്വദേശിയായ പുരുഷനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇതോടെ കൊല്ലം ജില്ലയിൽ 2 പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. 4 ദിവസത്തിനിടെയാണ് തെക്കൻ കേരളത്തിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലം പട്ടാഴി മരുതമൺ ഭാഗം സ്വദേശിനിയായ 48-കാരിയാണ് 2 ദിവസം മുൻപ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്നതിനിടെയാണ് യുവതിയുടെ മരണം. അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരായ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ മലിനജലത്തിലും ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മാത്രമല്ല, കിണർ വെള്ളത്തിൽ വരെ അമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കൂടുതൽ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് 15 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് 2 കുട്ടികൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം. ജലത്തിൽ കാണപ്പെടുന്ന നെഗ്ലേറിയ ഫൗളേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം. മലിനമായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും. ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പനി, തീവ്രമായ തലവേദന, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയും ഉണ്ടാകും. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്.